കുഫാർ എന്നത് കാഫിർ എന്നതിന്റെ ബഹുവചനമാണ്. കാഫിർ എന്നതിന് രണ്ടർത്ഥമുണ്ട്. ഒന്ന്, ദൈവനിഷേധി, പടച്ചോനില്ല എന്ന് പറയുന്നവൻ. രണ്ടാമത്തെ അർത്ഥം കാഫിറിന് കർഷകൻ എന്നർത്ഥമുണ്ട്. കർഷകർക്ക് കാഫിർ എന്ന് പറയും. ആ അർത്ഥത്തിലെ ഖുർആൻ ഇവിടെ പറയുന്നത് അജബൽ കുഫാറ നബാതുഹു, കർഷകന്മാർക്ക് ആ മഴ പെയ്യുമ്പോൾ അവരുടെ വിളകൾ മുളച്ചു വരുന്നത് കാണുമ്പോൾ സന്തോഷമാകും. സുമ്മ യഹീജു, മഴ പെയ്തു ഞാറ് ഇട്ട് ആ പുല്ലും കതിരുകളും നെൽവയലുകളെല്ലാം തളിർത്ത് വളരെ റെഡിയായി കായ്ച്ചു നിൽക്കുമ്പോൾ സുമ്മ യഹീജു ഫതറാഹു മുസ്ഫറാ, മഞ്ഞ നിറമായി നിങ്ങൾക്കത് മാറുന്നത് കാണാം. ഒന്ന് കാലിന്റെ അടിക്ക് നോക്കി, വൈക്കോലിന്റെ നിറം എന്താ? മഞ്ഞന്നല്ലേ നമ്മുടെ കാലിന്റെ അടിയിൽ നിൽക്കുന്നത്. ഇത് പച്ചയായിരുന്നു ഒരു സമയത്തല്ലേ, അതിന് ജീവനുണ്ടായിരുന്നു. ഇവിടെ പക്ഷികൾ വന്നിരുന്നു, അതിൽ നിന്ന് അതിന്റെ നെൽമണികൾ അത് മൂപ്പാകും മുമ്പ് തന്നെ കൊത്തിയെടുക്കാൻ വേണ്ടി പ്രാണികളുണ്ടായിരുന്നു. പെസ്റ്റിസൈഡ് ചെയ്തിട്ട് നമ്മൾ അതിനെ ഒഴിവാക്കുന്നതാണ്. ജീവജാലങ്ങളുണ്ടായിരുന്നു, വെള്ളം ഉണ്ടായിരുന്നു. അപ്പൊ അതിന്റെ ഇടയിലൊക്കെ കൊച്ചു കൊച്ചു വെള്ളത്തിലുണ്ടാകുന്ന ജീവികളുണ്ടായിരുന്നു. ഒക്കെ ഉണങ്ങി ഫതറാഹു മുസ്ഫറ, മഞ്ഞ നിറമായി മാറിയത് നിങ്ങൾ കാണുന്നില്ലേ? ഇതാണ് ഈ ലോകമെന്ന്. പൈസ ഉണ്ടായിരുന്നു, പത്രാസ് ഉണ്ടായിരുന്നു, സൗകര്യം ഉണ്ടായിരുന്നു, ആള് മരിച്ചു പോയോലോ, തീർന്നു. എല്ലാം സന്തോഷം നൽകുമെന്ന് വിചാരിച്ചു ജീവിച്ചു, പക്ഷേ ഒന്നുണ്ടായില്ല. അള്ളാഹുവിന്റെ മാർഗത്തിൽ കൊടുത്തത് കിട്ടി, പടച്ചവന് നൽകിയത് കിട്ടി. പള്ളിക്ക് കൊടുത്തു, മദ്രസക്ക് കൊടുത്തു, ദീനിന് കൊടുത്തു, മുതഅല്ലിമിന്, ആലിമിന്, ദീനി സംഘടനകൾക്ക്, സംവിധാനങ്ങൾക്ക്, അതൊക്കെ കിട്ടി. അല്ലാത്തതോ ഒക്കെ പോയി. ഫതറാഹു മുസ്ഫറാ, കഴിഞ്ഞില്ല. സുമ്മ യകൂനു ഹുതാമാ, കാറ്റടിച്ചാൽ പറക്കുന്നത് പോലെ അതിന്റെ മുരടറ്റ് വീഴുന്നതായിട്ട് നിങ്ങൾ കാണുന്നില്ലയോ? കാറ്റടിച്ചതൊക്കെ പാറിപ്പോകും. അതിന് കാരണം അതിന്റെ റൂട്ടുമായിട്ട്, അതിന്റെ വേരുമായുള്ള കണക്ഷൻ നഷ്ടപ്പെട്ടു പോയി. അല്ലാഹു പറയാണ് വഫിൽ ആഖിറതി അദാബുൻ ശദീദുൻ വമഗ്ഫിറതും മിനല്ലാഹ്, എന്നാൽ ആഖിറത്തിൽ മനുഷ്യനെ കാത്തിരിക്കുന്നത് രണ്ട് കാര്യങ്ങളാണ്. ഒന്ന് അദാബുൻ ശദീദ്, ഭയാനകമായ വേദനയുള്ള ശിക്ഷകൾ അവിടെയുണ്ട്. അള്ളാഹുവിന്റെ അദാബിന്റെ മലക്കുകൾ മാത്രമുണ്ട്. റബ്ബിന് അദാബ് ചെയ്യലാണ് അവരുടെ ജോലി. അവർക്ക് കരുണയില്ല, അവർക്ക് കരച്ചിൽ വരില്ല, അവർക്ക് ശിക്ഷ നടപ്പാക്കലാണ് അവരുടെ ജോലി. വഫിൽ ആഖിറതി അദാബുൻ ശദീദ്, പൈസയുടെ പിന്നാലെ മാത്രം ഓടി നിസ്കാരത്തിന്റെ സമയമാകുമ്പോൾ റോഡരികുകളിൽ എത്രയോ മസ്ജിദുകൾ ഉണ്ടായിരുന്നിട്ട് ഒന്ന് ബൈക്ക് സൈഡാക്കി നിസ്കരിക്കാൻ തോന്നിയിരുന്നില്ല. മദ്യഷാപ്പുകളും ലഹരികളും കിട്ടുന്നിടത്തേക്ക് മനുഷ്യൻ ഓടുകയായിരുന്നു. എവിടെയാണ് ഡാൻസുകൾ ഉള്ളത്, എവിടെയാണ് കാബറെ നൃത്തങ്ങളുള്ളത്, എവിടെയാണ് നിശാ ക്ലബ്ബുകൾ ഉള്ളത്, എവിടെയാണ് മ്യൂസിക് നൈറ്റുകൾ ഉള്ളത്, എവിടെയാണ് പുതിയ സിനിമകൾ ഉള്ളത് എന്നന്വേഷിച്ച് മനുഷ്യന്റെ സ്വകാര്യതയിലും പരസ്യം പുറത്തിറങ്ങി നടന്നിട്ടും തിന്മകളുടെ പിന്നാലെ ഓടി നടന്നവരെ കാത്തിരിക്കുന്നത് അദാബുൻ ശദീദ്. എന്നാൽ ഇപ്പുറത്ത് നന്മ ചെയ്ത് ജീവിച്ചവർക്കോ വമഗ്ഫിറതും മിനല്ലാഹി വറിദ്വാൻ, അല്ലാഹു നൽകുന്ന പാപമോചനവും. മുഅ്മിനീങ്ങളാണ്, പക്ഷേ തെറ്റുകൾ സംഭവിച്ചിരിക്കാം. അല്ലാഹു മാപ്പ് നൽകുന്നവനാണ്. അല്ലാഹു അഫൂവാണ്, ഗഫൂറാണ്. അല്ലാഹുമ്മ ഇന്നക അഫൂവുൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നാ. അത് റമദാനിൽ മാത്രം ചൊല്ലാനുള്ള ദിക്റല്ല, റമദാൻ കഴിഞ്ഞാലും ചൊല്ലാൻ പറ്റുന്ന ദിക്റാണത്. എപ്പോഴും ചൊല്ലാം. അല്ലാഹുവേ, നീ മാപ്പ് നൽകുന്നവനല്ലേ. ഇന്നക അഫൂവുൻ, നീ മാപ്പ് നൽകുന്നവനാണ്. തുഹിബ്ബുൽ അഫ്വ, ലൈലത്തുൽ ഖദ്റിന്റെ രാവുകളിൽ ആയിഷ ബീവി റളിയല്ലാഹു അൻഹ നബി തങ്ങളോട് ചോദിച്ച ചോദ്യമാണത്. നബിയേ, എന്നാണ് ലൈലത്തുൽ ഖദ്ർ എന്ന് എനിക്കറിയാൻ ഒരു തൗഫീഖ് ഉണ്ടാവുകയാണെങ്കിൽ ഞാൻ എന്താണ് ചൊല്ലേണ്ടത്? ഖൂലീ ഇന്നക അല്ലാഹുമ്മ ഇന്നക അഫൂവുൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നീ. അല്ലാഹുവേ, നീ മാപ്പ് നൽകുന്നവനല്ലേ, മാപ്പ് നൽകുന്നത് നിനക്ക് ഇഷ്ടമാണല്ലോ റബ്ബേ. ഫഅഫു അന്നി, എനിക്ക് മാപ്പ് നൽകണമേ. ഇത് അല്ലാഹുവിനോട് എപ്പോഴും ചോദിക്കാം. ലൈലത്തുൽ ഖദ്റിനെ പ്രതീക്ഷിക്കുന്ന രാവുകളിൽ പ്രത്യേകിച്ചും ചോദിക്കണം. അല്ലാഹു നമുക്ക് മാപ്പ് നൽകട്ടെ.